എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഞാൻ തയ്ക്കാതിരിക്കുന്ന നേരമാണ്, അപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം മൂകാംബികയിൽ ഒരു സുന്ദരി മതി. ഇതൊരു മൂകാംബിക ഭക്തൻ്റെ ഒരു കുറിപ്പാണ്. അത് ഞാൻ കടമെടുത്തിരിക്കുകയാണ്. ആ കുറിപ്പിൽ എഴുതിയിട്ടുള്ള പ്രകാരമുള്ള കാര്യമാണ് ഭക്തരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. മൂകാംബികയിൽ ഒരു സുന്ദരി മതി. അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകൾ സർവാഭരണ ഭൂഷിയായി അണിഞ്ഞൊരുങ്ങി ഭഗവതിക്ക് മുന്നിൽ ചെല്ലരുത് എന്നാണ് ആ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. കാരണം മൂകാംബികയിൽ എത്തുന്ന ഭക്തർ അമ്മയെ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അമ്മ മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അമ്മയെ നമ്മുടെ മനസ്സിൽ നിന്നും അമ്മയെ മാറ്റി മറ്റൊരാളെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ല. മൂകാംബിക വന്നു പോകുന്നത് വരെ അമ്മ മാത്രം കാണുക, അമ്മയെ മാത്രം കാണുക, അമ്മയിൽ മാത്രം നമ്മുടെ മനസ്സിൽ അമ്മയുടെ രൂപം മാത്രം പ്രതിഷ്ഠിക്കുക. അങ്ങനെയാണ് ഭക്തരെ അമ്മ പരിപാലിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ആകർഷണമാണ്. സ്ത്രീകൾ സർവാഭരണ ഭൂഷിതയായിട്ട് അലങ്കരിച്ച് സുന്ദരിയായി അവിടെ എത്തിക്കഴിഞ്ഞാൽ പലവരുടെ ദൃഷ്ടികളും അതിലേക്ക് പോകും. അപ്പോൾ അമ്മയെ അവിടെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നതാണ് ഈ കുറിപ്പിൽ വിവരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ പുരുഷന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും അലങ്കാരത്തോടു കൂടി അവിടെ എത്താം. പുരുഷന് എത്ര അലങ്കാരത്തോടു കൂടി എത്താം. അമ്മയുടെ അനുഗ്രഹവും ശക്തി എല്ലാവരും നേടിയെടുക്കാം. എന്നാൽ സ്ത്രീ സർവാഭരണ ഭൂഷിതയായി അമ്മയ്ക്ക് മുന്നിൽ ചെല്ലരുത്. കാരണം മൂകാംബികയിൽ ഒരേ ഒരു സുന്ദരിയുള്ളൂ, അത് അമ്മ മാത്രമാണ്. മറ്റൊരു ആളും അതേപോലെ അലങ്കരിച്ച് സർവാഭരണ ഭൂഷിതയായി അമ്മയ്ക്ക് മുമ്പിൽ ചെല്ലരുത് എന്നതാണ് ആ കുറിപ്പിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ അമ്മയുടെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ, ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കല്യാണ മണ്ഡപങ്ങളില്ല. കല്യാണ മണ്ഡപം വെച്ചിട്ടില്ല. അതുകൊണ്ട് വിവാഹം അവിടെ അങ്ങനെ നടത്തപ്പെടുന്നില്ല, അപൂർവമേ ഉള്ളൂ. കൂടുതലും എഴുത്തിനെടുത്തത് വിദ്യയാണ്. അതുപോലെ കലാകാരന്മാർ അരങ്ങേറ്റം, അങ്ങനെയുള്ള ഒരു ചൈതന്യമാണ് അവിടെ. മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്ന സങ്കല്പം. വിവാഹം കുറവാണ്. അപ്പോൾ മലയാളത്തിലെ 2 സൂപ്പർ നടികൾ, സ്റ്റാർ ആയിട്ടുള്ള നടികൾ അവിടെ വെച്ച് വിവാഹം നടന്നു. ഒന്ന് ഉർവശി, മറ്റൊന്ന് കാവ്യ മാധവൻ. ഈ 2 വിവാഹങ്ങളും ആ 2 വിവാഹം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാ ഫോണും എടുത്ത് എല്ലാവരും ഫോണും പിടിച്ച് ഈ സുന്ദരിമാരുടെ കൂടിയായിരുന്നു, അതായത് നടികളുടെ കൂടിയായിരുന്നു. ഈ നടികളുടെ വിവാഹം പകർത്തുന്നു. അവർ വിവാഹം കഴിഞ്ഞ് പോകുന്നത് വരെ അവരെ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ആരും മൂകാംബികയെ ശ്രദ്ധിച്ചില്ല എന്നത് ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആരും മൂകാംബികയെ ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെയും ദൃഷ്ടി, എല്ലാവരുടെ മനസ്സിലും ഈ സിനിമാ നടികളായിരുന്നു. അവർ വിവാഹ ചടങ്ങുകളായിരുന്നു. അത് പകർത്താനുള്ള തിരക്കിലായിരുന്നു. ആ സമയം ആരും അമ്മയെ ശ്രദ്ധിച്ചില്ല. അപ്രകാരം ആ 2 വിവാഹങ്ങളും ദിവസങ്ങളെത്തുമ്പോൾ തന്നെ വേർപിരിയുകയും ചെയ്തു. ഇതും അതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മൂകാംബികയിൽ സ്ത്രീകൾ സർവാഭരണ ഭൂഷിതയായി ചെല്ലരുത്. അവിടെ ഒരു സുന്ദരി മതി, അത് അമ്മയാണ്. അമ്മയെ നമ്മൾ ഭജിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് മറ്റൊരാൾ എഴുതിയ കുറിപ്പിൽ നിന്ന് ഞാൻ കടമെടുത്തതാണ്. നിങ്ങളിത് അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് തൊട്ട് പ്രസ് ചെയ്തോളൂ.
നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും.